3 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിൽ ഒന്നാമത്തത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം സൂചിപ്പിച്ചത് മല്ലം യുകഫിരിൽ മുശ്രികീന ഔ ശക്കക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും ഫഖദ് കഫർ. അദ്ദേഹം പറയാണ്, മുശ്രിക്കിനെ മുശ്രിക്കായി കണ്ടില്ല എങ്കിൽ, കാഫിറിനെ കാഫിറായിട്ട് കണ്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഒരു കാഫിറിനെ അവൻ്റെ കുഫറിൽ നമ്മൾ സംശയിച്ചാൽ, അതല്ലെങ്കിൽ ഒരു കാഫിറിനെ ആ കാഫിറിൻ്റെ മതം ശരിയാണ് എന്ന് നമ്മൾ സമ്മതിച്ചാൽ, വിശ്വസിച്ചാൽ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യസ്ത മതത്തിൻ്റെ ആൾക്കാരുണ്ട്. അപ്പം മറ്റുള്ള മതസ്ഥർ അവർ ശരിയാണ്, ക്രിസ്തു മതം അത് ശരിയാണ്, അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, അതല്ലെങ്കിൽ ജൂതമതം അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, ശരിയാണ്, അതല്ലെങ്കിൽ മറ്റു ജൈനമതം, ബുദ്ധമതം, നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുവരുന്ന ഏത് മതങ്ങളായാലും, ഇസ്ലാം അല്ലാത്ത മറ്റേത് മതങ്ങളായാലും, ഏത് ഇസങ്ങളായാലും അത് ശരിയാണെന്നും അവരൊക്കെ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിലാണെന്നും ഒരാൾ വിശ്വസിച്ചാൽ ഫഖദ് കഫർ, അയാൾ കാഫിറാണ്. കാരണം ഖുർആനെ കളവാക്കിയതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച കാര്യമാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം മാത്രമാണ് ശരി, അതല്ലാത്ത ബാക്കിയെല്ലാം വലാലത്താണ്, ബാത്തിലാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാം അല്ലാത്ത വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതം ഒരാൾ പരലോക വിജയത്തിന് വേണ്ടി സ്വീകരിച്ചാൽ അത് ഫലൻ യുഖ്ബല മിൻ, ഒരിക്കലും അവന് സ്വീകാര്യമല്ല. ദുനിയാവിൽ ഒരാൾ ആഖിറം നേടണം, ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടി ദുനിയാവിൽ ഒരാൾ ഒരു മതം സ്വീകരിച്ചു, ആ മതം ഇസ്ലാം അല്ലാത്ത മറ്റേത് മതങ്ങളാണെങ്കിലും, ഒരുപക്ഷെ ദുനിയാവിൽ നമുക്ക് നമ്മുടെ കണ്ണിൽ ഒരുപാട് നന്മകൾ കാണാം, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളായിരിക്കാം. ഇതൊന്നും അള്ളാന്റെ അടുക്കൽ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കാരണങ്ങളല്ല. ദുനിയാവിൽ ഒരു പക്ഷേ, അല്ലേ പണ്ഡിതന്മാരത് സൂചിപ്പിച്ചത്, ദുനിയാവിൽ ഒരു പക്ഷേ മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും ആരായാലും ദുനിയാവിൽ ഒരു നന്മ ചെയ്താൽ അതിന് പകരം ദുനിയാവിൽ വെച്ച് അള്ളാഹ് കൊടുക്കും, അതുറപ്പാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ആഖിറത്തിൽ നന്മക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ഇസ്ലാം ഷർത്താണ്. ഇസ്ലാമിന് മുസ്ലിമായ മനുഷ്യന് മാത്രമേ പരലോകത്ത് ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. പക്ഷെ ദുനിയാവിൽ കിട്ടിയേക്കാം. ഏതുപോലെ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. അത് ഏത് മതസ്ഥനാണെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ ദുനിയാവിൽ എനിക്ക് എൻ്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ പരലോകത്ത് മുസ്ലിമിന് മാത്രമേ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ആ മുസ്ലിമിന് കിട്ടൂല, ആഖിറത്ത് കിട്ടൂല, ദുനിയാവിൽ കിട്ടും ഒരു പക്ഷെ. അതേപോലെ മക്കത്തെ ഖുറൈശികൾ അവര് ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ശീലക്കാരായിരുന്നു, അല്ലെ? അബ്ദുൽ മുത്തലിബൊക്കെ അറിയപ്പെട്ടത്. അതുപോലെ അബ്ദുല്ലാഹിബ്നു സുബൈർ, ഈ സുബൈർ എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ അമ്മ, റസൂലുള്ളാഹി തങ്ങളുടെ അങ്കിൾ, ഉപ്പാടെ സഹോദരൻ സുബൈർ. ഈ സുബൈറിന്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ. ഈ സുബൈറൊക്കെ അറിയപ്പെട്ടത് അദ്ദേഹം മുശ്രിക്കായി മരിച്ച മനുഷ്യനാണ്. ഇസ്ലാമിന് മുമ്പേ, റസൂലുള്ളാഹിക്ക് നബുവത്തിന് കിട്ടുന്നതിന് മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട് ഈ സുബൈർ എന്ന് പറയുന്ന ആൾ. ഈ സുബൈറൊക്കെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കത്ത് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്ന ആളായിരുന്നു, ദാനധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. അതേപോലെ റസൂലുള്ളാഹി തങ്ങളുടെ മറ്റൊരു മൂത്താപ്പ ഗൈദാഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഗൈദാഖ്. റസൂലുള്ളാഹിക്ക് 11 മൂത്താപ്പമാരുണ്ട്, 11 ആൾക്കാർ, അങ്കിൾ എന്ന് പറയും അല്ലേ, 11 ആൾക്കാർ. ഈ 11 ആൾക്കാർ ഒരാളാണ് ഗൈദാഖ്. ഈ ഗൈദാഖ് എന്ന പേരിൽ അറിയപ്പെടാൻ തന്നെ കാരണം അദ്ദേഹം അന്ന് മക്കയിലെ ഏറ്റവും നല്ല ധർമ്മിഷ്ഠനും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആളായിരുന്നു, അല്ലേ? പക്ഷെ ഇതൊന്നും അയാൾക്ക് എന്തില്ല, ആഖിറത്തിൽ ഉപകാരപ്പെടൂല. ദുനിയാവിൽ ഒരു പക്ഷേ അതുകൊണ്ട് നന്മ ലഭിച്ചേക്കാം, സൗഭാഗ്യങ്ങൾ ലഭിച്ചേക്കാം, സന്തോഷങ്ങൾ ഒരുപാട് ലഭിച്ചേക്കാം, കച്ചവടത്തിൽ ബർക്കത്ത് ലഭിച്ചേക്കാം, എന്തും കിട്ടിയേക്കാം. പക്ഷെ ആഖിറത്തിൽ ഇതൊന്നും ഉപകാരപ്പെടൂല. ആഖിറത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു പറഞ്ഞത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ദുനിയാവിൽ ഇസ്ലാം അല്ലാത്ത മറ്റേത് മതങ്ങൾ ഒരാൾ സ്വീകരിച്ചാലും ആഖിറത്ത് രക്ഷപ്പെടൂല, വഹുവ മിനൽ ആഖിറതി ഖാസിരീൻ, നഷ്ടവാളികളുടെ കൂട്ടത്തിലായിരിക്കും പെടുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒന്ന്, മുശ്രിക്കാണ് നമ്മൾ സമ്മതിക്കണം, കാഫിറാണ് നമ്മൾ സമ്മതിക്കണം. പിന്നെ സംശയിക്കാൻ പാടില്ല. ഒരു കാഫിറായ മനുഷ്യൻ ഓനും സ്വർഗത്തിൽ പോകും, പിന്നെ നമുക്ക് എന്താ അർത്ഥമുള്ളത്?
അത് വിശ്വസിക്കാൻ തന്നെ സംശയിക്കാൻ തന്നെ പാടില്ല. കാഫിർ കാഫിറാണ്, കാലാകാലം നരകത്തിലാണ്. അവൻ തൗഹീദ് ഉൾക്കൊണ്ടു മുസ്ലിമായി അള്ളാഹനുസരിച്ച് ജീവിച്ചാലല്ലാതെ ദുനിയാവ് രക്ഷപ്പെടാൻ പറ്റില്ല, എന്നാൽ ആഖിറത്തും രക്ഷപ്പെടൂല. പിന്നെ അവരുടെ മദ്ഹബിൽ സംശയിക്കുക. അതിനൊരു ഉദാഹരണമാണ് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. അല്ലേ? അന്യമതസ്ഥ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരാഘോഷമല്ലേ? ക്രിസ്തു മതത്തിൻ്റെ ഒരു ആഘോഷമാണ്. നമ്മുടെ മീലാദുൻ നബി പോലെ അവരാഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക, അതിൻ്റെ അർത്ഥം അവര് ക്രിസ്ത്യാനികൾ കാഫിറായി കണ്ടിട്ടുമില്ല, അവരെ സംശയിക്കുന്നു എന്നർത്ഥം. അവരെ സഹായിക്കലാണ്. അതും ഈ നവാഖിൽ ഇസ്ലാമിൽ പെട്ടതാണ്. മുലാഹറത്തുൽ മുശ്രിക്കീന വ മുആവനതുഹും അലൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കെതിരെ കാഫിര്യങ്ങളെ സഹായിക്കലും അവരെ സപ്പോർട്ട് ചെയ്യലും കുഫറിന് കാരണമായി തീരും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്യമതസ്ഥരുടെ ഇബാദത്തുകളിലും ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്നത് അത് ഇതിന് തുല്യമാണ്. പങ്കെടുക്കാൻ പാടില്ല, അത് പാടില്ലാത്ത കാര്യമാണ്. കാരണം ഒരു ഇബാദത്തൊക്കെ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മൾ കൂട്ടുന്നു കൊടുത്താൽ അവരെ മദ്ഹബ് ശരിയാണെന്നും അവർ കാഫിറല്ല എന്നും നമ്മൾ അംഗീകരിക്കുന്ന തുല്യമാകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് ഈ ക്രിസ്മസ് അതുപോലെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല, അതിൽ സഹകരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. എനിക്കൊരാളെ അറിയാം. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഓണം എന്ന് പറഞ്ഞൊരു ആഘോഷം നിങ്ങൾക്കറിയായിരിക്കും. ഓണം, ഈ ഓണം എന്ന് പറയുന്ന ആഘോഷത്തിന് അദ്ദേഹം ആ സമയത്ത് സീസണിൽ ചെയ്യുന്ന ചില കച്ചവടങ്ങളുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് വിൽക്കുന്ന സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ആ സീസണുമായി ബന്ധപ്പെട്ട് ഒരു സാധനം അദ്ദേഹം വിൽക്കൂല. അദ്ദേഹം പറഞ്ഞ കാരണം എന്താണ്? അദ്ദേഹത്തിന് സൂക്ഷ്മതയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം കിട്ടും. അദ്ദേഹം പറയാറുള്ളത് അത് ഈ ഓണത്തിന് അവരെ സഹായിക്കുന്നത് തുല്യമാകൂലേ, അതുകൊണ്ടാണ് കച്ചവടം ചെയ്യാത്തതെന്ന്. ആ സാധനങ്ങളൊക്കെ അദ്ദേഹം മാറ്റി. ഒരുപാട് നഷ്ടമുണ്ടാവും, പക്ഷെ ആഖിറത്തിന് വേണ്ടി അദ്ദേഹം അത് സഹിക്കാൻ തയ്യാറായി. സൂക്ഷ്മത അദ്ദേഹത്തിൻ്റെ. അതേപോലെ മറ്റൊരാൾ പലിശ ഹറാമാണെന്ന് ബോധ്യപ്പെട്ടു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല ശമ്പളമുള്ള ജോലിയുണ്ട് ബാങ്കിൽ. അദ്ദേഹം ജോലി രാജിവെച്ചു. പലരും അദ്ദേഹത്തെ പിരാന്തനാണെന്ന് പറഞ്ഞ് കളിയാക്കി. 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന മനുഷ്യനാണ്. അദ്ദേഹം പലിശ ഹറാമാണെന്നും ആ പലിശ എഴുതുന്നവനും സാക്ഷ്യം നിൽക്കുന്നവനും കൊടുക്കുന്നവനും വാങ്ങുന്നവനും അള്ളാഹു ശപിച്ച വിഭാഗത്തിൽപ്പെട്ടതാണ്. അള്ളാഹിന്റെ ശാപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നാണ്. അതിന് ഈ ഹദീസ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അദ്ദേഹം ആ ജോലി ഒഴിവാക്കി മാറിയുന്നു. അദ്ദേഹത്തിന്റെ തഖ്വയാണ് പറഞ്ഞു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റു മതസ്ഥരുമായി അവരുടെ ആഘോഷങ്ങളിലോ അവരുടെ മതപരമായ കാര്യങ്ങളിലോ ഒരിക്കലും സഹകരിക്കാനും പാടില്ല, പോകാനും പാടില്ല. എന്നാൽ ഭൗതികപരമായ ചില കാര്യങ്ങൾ നമുക്ക് സഹകരിക്കാവുന്നതാണ്. ഉദാഹരണം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മകളുടെ കല്യാണമുണ്ട്. അദ്ദേഹം നമ്മുടെ അയൽവാസിയാണ്, നമുക്ക് സഹായിക്കാം, സഹകരിക്കാം, പ്രശ്നമില്ല. അത് കാരണം അവരെ ഇബാദത്തുമായി ബന്ധപ്പെട്ടതോ മതമായി ബന്ധപ്പെട്ടതോ അല്ല, ഭൗതികപരമായി മാനുഷികമായി നമ്മൾ ചെയ്യേണ്ട ചില കടപ്പാടുകളാണ്. നമ്മൾ അയൽവാസികളാണ്. അയൽവാസിയാകുമ്പോൾ അയൽപക്ക ബന്ധത്തിന്റെ ചില മര്യാദകളുണ്ട്, അതവരോട് കാണിക്കാം. പക്ഷെ അത് നമ്മുടെ ദീനിന് കോട്ടം സംഭവിക്കുന്ന രൂപത്തിലാകാൻ പാടില്ല. അയൽവാസിയല്ലേ, കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ ദീനിൽ അവനോട് പങ്കുവെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? മതസൗഹാർദ്ദമല്ല വേണ്ടത്, മാനുഷിക സൗഹാർദ്ദമാണ് വേണ്ടത്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണം, അത് ഏത് മതസ്ഥപ്പെട്ട ആളാണെങ്കിലും. പക്ഷെ മതസൗഹാർദ്ദം എന്നുള്ളത് ഇല്ല. അങ്ങനെയാണെങ്കിൽ അടിപിടി മുസ്ലിം കാഫിറിന് വ്യത്യാസമാണോ? എല്ലാവർക്കും ഒന്നായാൽ പോരെ അല്ലേ? സർവമത സത്യവാദം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സർവമത സത്യവാദം, എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാവരും ശരിയാണ് എന്ന് പറയുന്ന വാദം ഇസ്ലാമിലില്ല. അത് തെറ്റാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ് ശരി, അത് മാത്രമല്ല സ്വീകരിക്കുകയുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സൂചിപ്പിച്ചത്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹം പറയുന്നത് സിഹറിനെ സംബന്ധിച്ചാണ്. സിഹർ ഹറാമാണ്, വൻ പാപമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. സിഹർ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫഹുവ കാഫിർ യുഖ്തലു ഹദ്ദൻ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സിഹർ ചെയ്ത ഒരാൾ കാഫിർ എന്ന നിലക്ക് അവനെ കൊല്ലണം. അതാണ് ഇസ്ലാമിന്റെ ശരീഅത്ത്. അവന്റെ ഹദ്ദ് നടപ്പാക്കണം. മുർത്തദായ പാടില്ലാത്തതാണ്. സിഹർ എന്ന് പറയുന്നത് ഷെയ്ഖ് ജിബ്രീ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തസ്ഹീലുൽ അഖീദ എന്ന് പറയുന്ന കിതാബിൽ സിഹറിനെ സംബന്ധിച്ച് വളരെ വിശാലമായി സംസാരിക്കുന്നുണ്ട്. സിഹർ പറയാൻ കാരണം എന്താ അറിയോ? ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ആൾക്കാർ സിഹർ നിഷേധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതും, ഇത് പണ്ഡിതന്മാരല്ല കേട്ടോ, സാധാരണക്കാർ ഒരുപാട് സംസാരം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ജിബ്രീ റഹിമഹുല്ലാ അദ്ദേഹം തസ്ഹീൽ അഖീദ എന്ന് പറയുന്ന കിതാബിൽ വളരെ വിശാലമായി ഈ കാര്യം സംസാരിക്കും. എന്താണ് സിഹർ, സിഹർ കൊണ്ട് എന്താ ഉണ്ടാകുന്നത് സംസാരിക്കും. അതേപോലെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ, അതേപോലെ ഇമാം സൻആനി റഹിമഹുല്ലാ അദ്ദേഹം തഫ്സീറുകളിൽ
സൂറത്തുൽ ബഖറയിലെ വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ എന്ന് പറയുന്ന ആയത്ത്, വത്തബഉ മാ തത്ലു ശയാത്തീൻ എന്ന് പറയുന്ന തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്തിൽ വമാ ഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് എന്ന് പറയുന്നിടത്ത് ഒരുപാട് വിശദീകരിക്കും എന്താണ് സിഹറെന്നും അതിന് ഹക്കീക്കത്തുണ്ടെന്നും അത് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരാൾക്ക് ഫലിക്കുകയില്ല എന്നും വളരെ സമർത്ഥമായിക്കുന്നുണ്ട് അവരൊക്കെ, പണ്ഡിതന്മാരൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അത് കടക്കുന്നില്ല, നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ സിഹർ ഒരാൾ ചെയ്താൽ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൽ മുർത്തദ്ദായി എന്ന നിലക്ക് അവനെ കൊല ചെയ്യപ്പെടണം ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച്. അത് വൻ പാപത്തിൽപ്പെട്ടാണ് കുഫർ എന്നുള്ളത്, സിഹർ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം ശൈഖുൽ ഇസ്ലാം റഹ്മ വിശദീകരിക്കുന്നത് അൽ ഇഅറാദു അൻ ദീനില്ലാഹി വതഅലീമിഹി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിൽക്കുക. നമ്മൾ മുസ്ലിം ആയിരിക്കും അല്ലേ, മുസ്ലിമായി ജനിച്ചു, ഉപ്പയുമ്മയും മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിമായി സമ്പ്രദായം പോലെ രാവിലെ മദ്രസയിലേക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഒരു പ്രായമാകുമ്പം ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് കല്യാണം കഴിക്കും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സാധാ സീതാ മനുഷ്യൻ ജീവിക്കും. അത് പാടില്ല. അത് ദുനിയാവ് ആഹ്റം നഷ്ടപ്പെട്ട കൂട്ടരാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് പിന്നെ ദീനിൽ നിന്ന് മാറി നിൽക്കുന്നത്, അതുപോലെ ദീൻ പഠിക്കുന്നതിൽ മാറി നിൽക്കുന്നത്, ഇതെല്ലാം കുഫറിന് കാരണമായി തീരും. പറയാൻ കാരണം എന്താ? ശൈഖുൽ ഇസ്ലാം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ദീൻ പഠിക്കാത്ത ഒരാൾ, ഇപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാത്ത അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണോ, ഇത് ചെയ്ത പ്രശ്നമുണ്ടോ എന്നറിയാത്ത ആൾക്കാരൊക്കെ ഇതൊക്കെ ചെയ്യുന്നതാ. നമ്മൾ എത്രയോ കണ്ടിട്ടില്ലേ, എത്രയോ മനുഷ്യന്മാര് അന്യമതസ്ഥരുടെ ആഘോഷം പങ്കെടുക്കുന്നവർ കണ്ടിട്ടില്ലേ, ഇല്ലേ? പെരുന്നാൾ ആഘോഷിക്കുന്നത് നിങ്ങളെയും കണ്ടിട്ടില്ല? ഒരു കാഫിർ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു അഅലം. ഈ മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാർ അന്യമതസ്ഥരുടെ ആഘോഷം സ്വന്തം ആഘോഷം പോലെ ആഘോഷിക്കുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അറിയാത്തോണ്ടാണ്, ദീനെ സംബന്ധിച്ച് പഠിക്കാത്തോണ്ടാണ്. അതാണ് ശൈഖുൽ ഇസ്ലാം വിശദീകരിച്ചത്. 10ാമത്തെ നവാഖിൽ ഇസ്ലാം അദ്ദേഹം പറയുന്നത് ദീനെ സംബന്ധിച്ച് പഠിക്കാതെ മാറി നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കുഫർ സംഭവിച്ചേക്കാം. അറിവില്ലായ്മ എന്നും കുഫറിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ അറിയാതെ പല കാര്യങ്ങളും സംസാരിക്കും, അറിയാതെ പല കാര്യങ്ങളും ചെയ്യും. ഇതിന്റെ പ്രത്യേകത, ഒരാൾ വിശ്വസിക്കാതെ തന്നെ മുമ്പ് സൂചിപ്പിച്ചു, തമാശക്ക് വിശ്വാസമില്ലാതെ കളിയാക്കിക്കൊണ്ട് വെറുതെ ആളെ ചിരിപ്പിക്കാൻ കുഫറിന്റെ വാക്കുകൾ സംസാരിക്കുക, അള്ളാഹിന്റെ ദീനെ കളിയാക്കുക, ഇതൊക്കെ കുഫറിൽപ്പെടും. അത് തമാശയാണെന്നോ മനഃപൂർവ്വമല്ലെന്നോ ഞാൻ അറിയാതെ പറഞ്ഞതെന്നോ ഇതൊന്നും ബാധകമല്ല. 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ. 3 കാര്യങ്ങളുണ്ട്. ആ കാര്യം നിങ്ങൾ തമാശക്ക് പറഞ്ഞാലും ഗൗരവമുള്ളതാണ്, കാര്യത്തിൽ പറഞ്ഞാലും ഗൗരവമുള്ളതാണ്. ഒന്ന് അത്വലാഖു വൻ നിക്കാഹ് വൽ ഇത്ഖ്. തലാഖ്, ഒരാൾ തമാശക്ക് തലാഖില്ലേ, തലാഖായി. അത് ഞാൻ ഇങ്ങനെ വിചാരിച്ചല്ല, പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല. തമാശക്ക് പോലും തലാഖിന്റെ വാക്ക് പറയാൻ പാടില്ല. അതേപോലെ നിക്കാഹ്, ഒരാൾ വന്നിട്ട് പറയാം, എൻ്റെ മകൾ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു, അയാൾ പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചു, നിക്കാഹായി. പിന്നെ അവിടെ കല്യാണം വേണം, ഭക്ഷണം വേണം നിർബന്ധമൊന്നുമില്ല, നിക്കാഹായി. പിന്നുള്ളത് ഇത്ഖ്, ഒരാൾ തൻ്റെ അടിമയോട് പറഞ്ഞ് നീ മോചിതനാ, നീ പോയിക്കോ, തമാശക്ക് പറഞ്ഞതാ, അല്ലെങ്കിൽ ഉറക്കം എണീച്ചിട്ട് പറഞ്ഞതാ, അടിമ മോചിതനായി. ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിൽ തമാശക്ക് പോലും പറയപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിൽപ്പെട്ടതാണ് കുഫറിന്റെ വാക്കുകൾ. അത് ഈ 10 കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അതിന്റെ അവസാനം ശൈഖുൽ ഇസ്ലാം പറയാൻ, ലാ ഫർഖ ബൈനൽ ജാദി വൽ ഹാസിലി മിൻ ഹാദിഹിൻ നവാഖിദ്. ഇന്നലെ മിനിയാന്ന് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ, ഈ 10 കാര്യങ്ങൾ, ഇത് തമാശക്ക് പറഞ്ഞാലും കാര്യത്തിൽ പറഞ്ഞാലും ആ ഹുക്മ് ബാധകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദീൻ പഠിക്കണം, മനസ്സിലാക്കണം. പ്രായമോ അതല്ലെങ്കിൽ നമ്മുടെ ജോലിയോ തിരക്കുകളോ ഇതൊന്നും ദീൻ പഠിക്കാതിരിക്കാനുള്ള കാരണങ്ങളല്ല. പണ്ഡിതന്മാർ പറയാറുണ്ട്, അഷ്റഫുൽ ഇൽമി ഇൽമുൽ ഹാൽ. ഏറ്റവും നല്ല അറിവെന്ന് പറയുന്നത് സാഹചര്യം അനുസരിച്ച് പഠിക്കലാണ്. ഒരാൾ കച്ചവടം ചെയ്യാൻ പോവാൻ, അപ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഇൽമ്. ഒരാൾ ഹജ്ജിന് പോവാൻ, ആ ഹജ്ജിനെ സംബന്ധിച്ചുള്ള കർമ്മങ്ങൾ പഠിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല അറിവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ദീനിനെ സംബന്ധിച്ച്, അഖീദയെ സംബന്ധിച്ച്, നമ്മുടെ മനഹജിനെ സംബന്ധിച്ച്, അതുപോലെ നമ്മൾ നിത്യജീവിതം ചെയ്യുന്ന മറ്റു ഇബാദാത്തുകൾ അമാലുകളെ സംബന്ധിച്ച് ഒരു പൂർണ്ണ ധാരണ നമുക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിലും അമലിലും ഒരുപാട് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.